ഫാദർ കഴിഞ്ഞ ദിവസം വളരെ ടെൻഷനിലാ സംസാരിച്ച്. എന്തു പറ്റി? അല്ല, സത്യത്തിൽ വിവാഹത്തിന് തിടുക്കം കാണിച്ച നമ്മളാണല്ലോ. ഇപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് പിന്നോക്കം പോകുമ്പോ അല്പം കഴിഞ്ഞിട്ട് മതിയെന്ന് അച്ഛന് പറയാന്നല്ലേ ഉള്ളൂ. അതിനവരൊരു കാരണം ചോദിക്കുമല്ലോ. അതെന്താണെന്ന് എനിക്കറിയില്ലല്ലോ. അതാണ് പ്രശ്നം. കാരണം അറിയേണ്ടവരോട് എന്നോട് ചോദിക്കാൻ പറ. കാരണം അറിയേണ്ടത് എനിക്കാണ്. എന്താ നീ ഉദ്ദേശിക്കുന്നത്? അച്ഛാ, വെറുതെ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തില് ഒരു തർക്കം വേണ്ട. വിവാഹം പെട്ടെന്ന് വേണമെന്ന് നിർദ്ദേശിച്ചത് ഞാന്. പക്ഷെ ഇപ്പൊ എന്തോ മാനസികമായിട്ട് ഞാനതിന് തയ്യാറല്ലെന്നൊരു തോന്നല്. അതുകൊണ്ടാ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ എന്താ കാരണം? അച്ഛനെവിടെയോ പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ? പോയിട്ട് വന്നേ. എന്നാലും പറയില്ല എന്ന് നിനക്ക് വാശിയാണോ? ഇതില് വാശിയുടെ പ്രശ്നമൊന്നും ഇല്ല അച്ഛാ. അരുണിനെ ഞാൻ സെലക്ട് ചെയ്ത ആളാ. അച്ഛനെ ഞാൻ ചൂണ്ടിക്കാണിച്ചെന്ന ആളാ. എനിക്ക് ഒരു മാറ്റവും ഇല്ല. ഇപ്പൊ ഈ വിഷയം നമ്മൾ തമ്മിൽ സംസാരിക്കണ്ട. നീ അല്ല, സത്യത്തില് പെട്ടെന്ന് തന്നെ എന്നെ കെട്ടിച്ചു വിട്ടിട്ട് അച്ഛൻ എന്ത് കിട്ടാനാ? ഞാൻ കുറച്ചുകാലം അച്ഛന്റെ കൂടെ നിക്കട്ടെ. അച്ഛനെ സ്നേഹിച്ചും പരിചരിച്ചും മതിയായിന്ന് തോന്നുമ്പോ ഞാൻ പറഞ്ഞാ പോരെ? ഇതൊരു വല്ലാത്ത എക്സ്ക്യൂസ് ആയിട്ടാ എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അച്ഛന് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാ ആവർത്തിച്ച് ചോദിക്കുന്നത്. അച്ഛൻ പോയിട്ട് വാ. നമുക്ക് ഈ വിഷയം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ സംസാരിക്കാം. ഡ്രസ്സ് ഞാൻ മുറിയിൽ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അച്ഛൻ റെഡിയായി പോയിട്ട് വാ. ചെല്ലച്ചാ. മൈഥിലി, എന്താടോ ഇത്? മൈഥിലി, സോറിഡോ. തളർന്നു പോകുന്ന പോലെ തോന്നി. എങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല എനിക്ക്. അതാ സാരംഗിനോട് അത് ചോദിച്ച് ക്ലിയർ ചെയ്യുന്ന സമയത്തോളം താൻ വല്ലാതെ ബുദ്ധിമുട്ടും. ചോദിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മറ്റൊരാളുടെ വായന കേട്ടത് സാരംഗിന്ന് കേൾക്കാം, നേർക്ക് നേരെ കേൾക്കാം. എടോ, എന്റെ മോളുടെ കാര്യം. എത്ര പെട്ടെന്നാ അവളുടെ അമ്മ ഒരു തെറ്റുകാരിയായത്. എന്റെ കയ്യൊതുക്കത്തിൽ നിന്ന് മാറി നിന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും. എന്നിട്ടും തന്നെ പോലെ തന്നെയല്ലേ യാമിക്ക് സാരംഗും. സാരംഗ് ഇത്രയും ശക്തമായിട്ടൊരു കാര്യം പറയുമ്പോ അവൾ കൺഫ്യൂസ്ഡ് ആവും. എന്തൊക്കെയായാലും താൻ ആദ്യം ക്ലിയർ ചെയ്യേണ്ടത് സാരംഗിനോടാ. മറ്റുള്ള വീടുകളിൽ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ നടക്കാൻ പാടില്ലാത്ത ചർച്ചകൾ നടന്നു എന്ന് കേൾക്കുമ്പോൾ എന്തെന്നില്ലാത്ത നാണക്കേട് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. ഇതിപ്പോ ആ വിഴുപ്പൊക്കെ സ്വന്തം വീട്ടില്, എന്റെ മക്കളുടെ മുന്നില് എന്റെ ചാരിത്രത്തിന്റെയും പാതിവൃത്യത്തിന്റെയും ഒക്കെ വിചാരണ നടക്കാൻ പോകുന്നത്. ഞാനിപ്പോ എന്തിനാണ് അനാമിക ജീവിക്കുന്നത്? ഞാൻ കരുതിയത് ഈ സമയത്തിനകം കുറച്ചെങ്കിലും കരുത്ത് തനിക്ക് കിട്ടിക്കാണുമെന്ന്. വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ ഞാൻ പൊരുത്തപ്പെടാൻ ശ്രമിച്ചേനെ. ഒരു കാരണവും പറയാതെ സാരംഗ് എന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോഴും ഞാൻ അത് തന്നെയല്ലേ ചെയ്തേ. പക്ഷെ ഈ നാണക്കേട് എനിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റുക? എനിക്ക് എൻ്റെ അച്ഛനെ വിളിച്ച് പറയാൻ പറ്റുമോ? സാരംഗിന്റെ അച്ഛനോടോ അമ്മയോടോ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ? ഒരു വല്ലാത്ത ജന്മമായി പോയടോ എൻ്റെ. താനൊന്ന് ചുമ്മാതിരുന്നേ. ചിലപ്പോ എല്ലാം ഒറ്റയടിക്കാൻ ക്ലിയർ ആവും. എന്റെ മനസ്സതാ പറയുന്നേ. എന്റെ പ്രാർത്ഥന അതാ, ശരിയാവോടോ?
സ്നേഹ അവിടെ ചെന്ന് നിന്ന് മൈഥിലിയുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. ഒറ്റ ദിവസം കൊണ്ട് അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് നീ എന്നോട് വലിയ ആവേശത്തിൽ സംസാരിച്ചല്ലേ? എന്നിട്ട് ഇപ്പൊ എന്തു പറ്റിയടാ? സത്യത്തിൽ എന്താടാ സംഭവിച്ചത്? എനിക്കറിയില്ല ഫാദർ. മാം ആദ്യമായിട്ടാണ് എന്നോട് ഇത്ര അകൽച്ച കാണിക്കുന്നത്. ഇതിനു മുമ്പ് എന്നെ ശാസിച്ചിട്ടുണ്ട്, ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയപ്പോൾ ചീത്തയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഹോസ്പിറ്റലിൽ ഒരു സംശയം ചോദിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ മാം എന്നോട് ഭയങ്കര ഹാഷായിട്ട് സംസാരിച്ചത്. ഇതൊക്കെ ചിലപ്പോൾ നിന്റെ തോന്നലാവും. മൈഥിലിക്ക് മൈഥിലിയുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നീ അടുത്ത് ചെല്ലുമ്പോഴും വിളിക്കുമ്പോഴും ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ നിനക്ക്. മൈഥിലിയുടെ പ്രശ്നങ്ങൾ മൈഥിലിക്ക്. ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും മാം ഇങ്ങനെയൊന്നും എന്നോട് പ്രതികരിച്ചിട്ടില്ല. ഇതിലിപ്പോ നീ എന്താ കരുതിയിരിക്കുന്നത്? അതെന്നോട് പറ. സ്നേഹ അവിടെ ചെന്നപ്പോ നമ്മൾ വിചാരിച്ചതല്ല സംഭവിച്ചത്, മറിച്ച് എന്തോ ഉണ്ടായിട്ടുണ്ട്, അത് ഉറപ്പാ. എടാ എങ്കിൽ പിന്നെ അതെന്താ നീ സ്നേഹയോട് ചോദിക്കടാ. പിന്നെ അയാളോട് ചോദിച്ചാൽ അയാൾ പറയോ? കൂടുതൽ ചോദിച്ചാൽ അയാളുടെ അടുത്ത് ബഹളം വയ്ക്കുകയുള്ളൂ. ചേടാ, ഇതിപ്പോ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട പോലെ ആയല്ലോ. മൈഥിലിയോട് ചോദിച്ചാൽ മറുപടിയില്ല, സ്നേഹയോടോട് ചോദിക്കാനും പറ്റില്ല. എടാ എങ്കിൽ പിന്നെ ഇത് നമ്മൾ പരസ്പരം സംസാരിച്ചിട്ട് എന്താടാ കാര്യം? ഒരു കാര്യം പറയാം ഫാദർ, മൈഥിലി മാം ഇങ്ങനെ എന്നോട് അകന്ന് പെരുമാറിയ എനിക്ക് എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ഒറ്റ അടി വെച്ച് വന്നാലുണ്ടല്ലോ. എടാ, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്താൻ പറ്റിയ ഒരു ജോലിയാണോ അതിൻ്റെത്? ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായാൽ അത് ഉടനെ സ്വന്തം പ്രൊഫഷനായിട്ട് അവൻ കൂട്ടിക്കുഴയ്ക്കും. അതൊക്കെ ഒരു തരം വൃത്തികെട്ട ചിന്താഗതിയാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത് നിനക്ക്? എടാ, 1-2 ദിവസം മൈഥിലി ഒരു അകലം കാണിച്ചാൽ നീ അതങ്ങ് പൊറുക്ക്. അത് കഴിയുമ്പോൾ അവളുടെ മനസ്സ് ശരിയാവുമ്പോൾ അവൾ തന്നെ നിന്നോട് സംസാരിക്കൂടാ. നിന്നെ അങ്ങനൊന്നും മൈഥിലിക്ക് ഒഴിവാക്കാൻ പറ്റൂലടാ. എനിക്ക് പ്രതീക്ഷയില്ല ഫാദർ. എത്രയോ കാലങ്ങളായിട്ട് ഞാൻ അടുത്ത് കാണുന്ന രീതികളാണ് മാഡത്തിൻ്റെത്. വല്ലാത്തൊരു ചേഞ്ച്, പിടികിട്ടാത്തൊരു മാറ്റം. എനിക്കെൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തുടങ്ങി. ഈ കണ്ടീഷനിൽ ഞാൻ സ്നേഹയുടെ മുമ്പിലേക്ക് എങ്ങാനും ചെന്നാൽ അവളുടെ നിഷേധമൊന്നും ഞാൻ കാര്യമാക്കൂല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഞാൻ ചിലപ്പോൾ പറയിപ്പിച്ചെന്നിരിക്കും. നീ എന്തായാലും അങ്ങനെ ഒന്നിപ്പോ ചിന്തിക്കണ്ട. ഏത് ചോദ്യത്തിനൊരു ഉത്തരവുണ്ടല്ലോ. എടാ, നമുക്ക് നോക്കാടാ. എനിക്കൊരു സ്വസ്ഥതയില്ല ഫാദർ. ജീവിതത്തിൽ എന്തൊക്കെയോ പെട്ടെന്ന് ഇല്ലാതായ പോലെ, പ്രതീക്ഷകളൊക്കെ പെട്ടെന്ന് നശിച്ച പോലെ. തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുവാണെങ്കിൽ സ്വന്തം തെറ്റുകളെങ്കിലും പഴിക്കാലോ. ഇതിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ. കുഞ്ഞെ, ചിലപ്പോ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോ മഞ്ഞുരുകി പോകുന്നത് പോലെ ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങ് ഉരുകി പോകും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാടാ. നീ ഒന്ന് സമാധാനപ്പെടറാ. ചേച്ചി, ചേച്ചി, ചേച്ചി എന്താ വിളിച്ചിട്ട് നിക്കാത്തെ? ഞാനൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. എന്താ? സ്നേഹാൻറ്റി എന്തിനാ സ്കൂളിൽ വന്നത്? എപ്പോ വന്നു? എന്നോട് നുണ പറയണ്ട. സ്നേഹാൻറ്റി സ്കൂളിൽ വരുന്ന ഞാൻ കണ്ടു. ചേച്ചിയെ ക്ലാസ്സിൽ നിന്ന് വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അതെന്തിനാ നീ അന്വേഷിക്കുന്നത്? ഞാൻ അന്വേഷിച്ച എന്തോ കുഴപ്പം? മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? അതോ പറഞ്ഞില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ അമ്മയോട് പോയി പറഞ്ഞു കൊടുക്കും. നീ പോയി പറഞ്ഞു കൊടുക്ക്. പിന്നെ അമ്മ എന്നെ പിടിച്ച് തിന്നാൻ പോവല്ലേ? ഞാൻ സ്നേഹ ആന്റിയോടൊന്നല്ല, ആരോട് വേണമെങ്കിലും സംസാരിക്കും. എന്നാ ഒന്ന് കാണണമല്ലോ. ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അമ്മയെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട്. അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് ചേച്ചിക്ക് എന്ത് കിട്ടാനാ? അച്ഛൻ പറഞ്ഞിട്ടാണോ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിനക്കല്ലേ അച്ഛനെ മനസ്സിലാവുന്നത്? എനിക്ക് അച്ഛനെ നന്നായിട്ട് മനസ്സിലാവും. അച്ഛനല്ലേ അമ്മ ദ്രോഹിക്കുന്നത്? മിണ്ടായിരിക്കടാ, ഒന്നും അറിഞ്ഞോടത്ത പൊട്ടൻ. ആരും നിന്നോടൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിട്ടാ, മനസ്സിലായോ? എന്ത് പറയണ്ടെന്ന് കരുതിയിട്ട്? ചേച്ചി, അമ്മയെക്കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. നമ്മുടെ അമ്മയല്ലേ ചേച്ചി, അമ്മയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയാതെ. അമ്മ ചേച്ചി എന്തോരം സ്നേഹിച്ചിട്ടുണ്ട്. ചേച്ചി അമ്മയുടെ കൂടെയല്ലേ കെടുത്തിരുന്നത്. നമ്മൾ വിഷമിക്കാൻ അമ്മ സമ്മതിച്ചിട്ടുണ്ടോ? ചേച്ചിക്ക് അമ്മയോട് ശരിക്കും ഒന്നും മിണ്ടിക്കൂടെ? അമ്മ ഇഷ്ടപ്പെട്ടൂടെ? നീ പോടാ. അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞാലേ നീ പിന്നെ അമ്മയുടെ അടുത്ത് പോയില്ല. അമ്മ എന്താ ചെയ്തേ? അമ്മ എന്താ ചെയ്തേന്ന്? എന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ
കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. പോ പോവാൻ. എടോ, സാരംഗിന് സമ്മതമാണെങ്കിൽ താനും നിന്ന് സാരംഗിന്റെ കൂടെ പുറത്തിറങ്ങ്. ഇവിടെ വെച്ച് ചോദിക്കാതിരിക്കുന്നത് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. കുട്ടികളുടെ മുൻപിൽ വെച്ച് ഈ കാര്യം ചോദിക്കരുത് തന്നെ എന്റെയും താല്പര്യം. പക്ഷെ പുറത്തേക്ക് സാരംഗ് വന്നാലല്ലേ. ശ്രമിച്ചു നോക്ക്. എന്തായാലും ഇതധികം നീട്ടിക്കൊണ്ട് പോരുത്. തന്റെ അവസ്ഥ കണ്ടിട്ടാ ഞാൻ ഈ പറയുന്നത്. ഒരുപാട് നേരമൊന്നും തന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റില്ല. പലപ്പോഴും പല കാര്യങ്ങളിലും തളർന്നു പോകുമ്പോ എനർജറ്റിക്കായ താനാ എന്റെയൊക്കെ പോസിറ്റീവ് എനർജി. എന്നിട്ടിപ്പോ പോസിറ്റീവ് എനർജി എന്തൊരു വൈരുദ്ധ്യ. ജീവിതം നമ്മളൊക്കെ അഭിനയിച്ച് തീർക്കുന്നു എന്ന് പറയുന്നത് എന്തൊരു സത്യ അല്ലേ അനാമിക? ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ നമ്മളിൽ കുറെ പേര് പണ്ടേ ചത്തൊടുങ്ങിയനെ. താൻ കണ്ടോ, ഒരു നോട്ടം പോലുമില്ല. ശീലിച്ചു കഴിഞ്ഞു അവള്. അമ്മേ, സ്കൂളിൽ സ്നേഹാൻറ്റി വന്നിരുന്നു. ചേച്ചിയെ ക്ലാസ്സിൽ നിന്ന് വിളിച്ചിറക്കി കുറെ നേരം സംസാരിച്ചു. എന്തിനാ സ്നേഹാൻറ്റി വന്നേ ചോദിച്ചപ്പോ ചേച്ചീനോട് വഴക്കുണ്ടാക്കി. സ്നേഹാൻറ്റി എന്തിനാ സ്കൂളിൽ വരുന്നത്? അത് ചിലപ്പോ നിങ്ങളെ കാണാനുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും മോനെ. അങ്ങനെയാണെങ്കിൽ എന്നെ കണ്ടില്ലല്ലോ. മോനെ അതൊന്നും കാര്യാക്കണ്ട. ഇതിന്റെ പേരില് ചേച്ചിയോട് വഴക്കിടാനും പോണ്ട, കേട്ടല്ലോ? അമ്മയ്ക്ക് സുഖമില്ലേ? അമ്മയ്ക്കൊരു കുഴപ്പമില്ലല്ലോ. അമ്മയുടെ മുഖം വാടിയിരിക്കുക അല്ലേ ആന്റി? അതൊന്നുമില്ല ഏതുകുട്ട. ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ ദൂരം നടന്നു, എന്നിട്ടാ തിരിച്ചെത്തിയത്. അതുകൊണ്ടായിരിക്കും. അതെടാ. അമ്മ എന്താ ഹോസ്പിറ്റലിൽ പോവാത്തെ? അത് അമ്മ ലീവ് എടുത്തു. എന്തിന്? അമ്മ എങ്ങനെ ലീവ് എടുക്കില്ലല്ലോ? നീ അമ്മയെ ചോദ്യം ചെയ്യാൻ പോവാണോ? അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അമ്മ ഇന്ന് വെറുതെ ഇരിക്കാന്ന് വിചാരിച്ചു, അതാ ലീവ് എടുത്ത്. മോൻ പോയി ഫ്രഷ് ആയിട്ട് വാ. അമ്മ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. ചെല്ല്. എടോ, കുട്ടികളുടെ മുന്നിൽ താൻ തളർന്നു പോകരുത്. പ്രത്യേകിച്ച് യദുവിന്റെ മുന്നിൽ. ഇരിക്കടോ. പെട്ടെന്ന് തന്നെ താൻ ഓഡിറ്റിംഗിലേക്ക് കയറിയെന്ന് കേട്ടു. കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ സാരംഗിനെ ഏൽപ്പിച്ചിട്ട് ഒരുപാടായല്ലോ. ഈ സമയങ്ങളിലൊക്കെ ഞാൻ അതിന്റെ പുറകെയായിരുന്നു. എന്ത് തോന്നുന്നു? കണക്കുകൂട്ടലുകൾ പൂർണ്ണമായി അശോകിന്റെ നിയന്ത്രണത്തിലായിരുന്നു അല്ലേ? അതെ. സാരംഗ് അങ്ങോട്ട് തീരെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇല്ല എന്നുള്ളതാണ് സത്യം. അതിന്റെ കുഴപ്പങ്ങൾ കാണാനുമുണ്ട്. പ്രത്യേകിച്ച് ലാസ്റ്റ് 1 year അശോക് ഉണ്ടാക്കി വെച്ച നഷ്ടത്തിന് സാരംഗ് ഒരു കണക്ക് കൂട്ടി വെച്ചിട്ടില്ലേ? അത് അത്രയൊന്നുമല്ല. സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിന്റെ വ്യാപ്തി കുറച്ച് കൂടുതലായിരിക്കും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരുപക്ഷെ ഇതേ കണ്ടീഷനിൽ 1-2 വർഷം മുന്നോട്ട് പോവുമായിരുന്നെങ്കിൽ തകർന്നടിഞ്ഞൊരു കമ്പനി ഉടമസ്ഥനായിട്ട് തന്നെ ഞാൻ കാണേണ്ടി വന്നേനെ. പറ്റിപ്പോയി. ഇനി അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടുന്നതിൽ കാര്യമില്ലല്ലോ. എന്ത് ചെയ്യാം നമുക്ക്? താനൊരു സൊല്യൂഷൻ പറ. നാളെ മുതൽ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പുറത്ത് കാവൽ നിൽക്കുന്ന വാച്ച്മാൻ മുതൽ ഞാൻ ഉൾപ്പെടെ എല്ലാവരും അവരവർ ദിവസവും ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു സെൽഫ് റിപ്പോർട്ട് തയ്യാറാക്കട്ടെ. വീക്ക്ലി വൺസ് നമുക്കത് പരിശോധിക്കാം. റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരേ ഒരു വീക്ക് കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ കൃത്യമായ ആറ്റിറ്റ്യൂഡ് നമുക്ക് പിടികിട്ടും. കൂട്ടത്തിൽ ആരെയെങ്കിലും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോട്ട് ചെയ്യാം. വെരി ഗുഡ് ഐഡിയ. താനത് ഇംപ്ലിമെന്റ് ചെയ്തു. താങ്ക് യു. പിന്നെ വൃന്ദയ്ക്ക് ഈ ഓഫീസിൽ കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലുണ്ട്, പ്രത്യേകിച്ചും അശോകിന്റെ അസാന്നിധ്യത്തിൽ. അത് തെറ്റാണെന്ന് ഞാൻ പറയല്ല.
എല്ലാവരിലും ഇങ്ങനൊരു കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ വൃന്ദ ചിലപ്പോ ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, എൻ്റെ ഒരു മനക്കണക്ക. അങ്ങനെ വന്നാൽ ആ കുട്ടിയോട് ഞാൻ സീരിയസ് ആവും. അശോക് ഓഫീസിൽ ഇല്ലാതിരുന്ന സമയത്ത് വൃന്ദ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. വൃന്ദ സിൻസിയർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അക്കാര്യം അശോകിന്റെ കാര്യത്തിലും ഉണ്ടായിരുന്നല്ലോ. സോ അത് വിട്ടേക്ക്. നാളെ മുതൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഞാൻ നമ്മുടെ സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവുക. അതൊന്ന് നോക്കിയിട്ട് സാരംഗൊരു അഭിപ്രായം പറ, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. തീർച്ചയായിട്ടും ഓഫീസിന്റെ പൂർണ്ണ ചുമതല ഞാൻ തനിക്ക് വിട്ടിരിക്കുന്നു. നോ, ഓഫീസിൽ തനിക്ക് കീഴെയുള്ള ചുമതല എനിക്ക് വിട്ടിരിക്കുന്നു. അതേ പാടുള്ളൂ. ഇനി മുതൽ സാരംഗ് എല്ലാം അറിയണം. സാരംഗ് അറിയാത്ത ഒരു കാര്യം പോലും നമ്മുടെ ഓഫീസിൽ നടക്കാൻ പാടില്ല. കാര്യങ്ങൾ വളരെ അപകടത്തിലാണല്ലോ മൈഥിലി. തന്നോട് ഉള്ളിൽ ഇത്രയും ശത്രുതയുള്ള സ്നേഹ യാമിമോളോട് കൂടുതൽ അടുക്കാണെന്നൊക്കെ പറഞ്ഞ എനിക്ക് തൊട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാ അനാമിക അവളോട് ചോദിക്കുക? ഒരു മകള് അമ്മയോട് പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും എന്റെ മോൾ എന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഈ വിഷയത്തില് സ്നേഹയ്ക്കൊരു പാലോട്ട് കൊടുത്തത് അച്ഛനും മോളും ചേർന്നാ. അപ്പൊ പിന്നെ എന്റെ സാധ്യതകളും കഴിഞ്ഞില്ലേ? വൃത്തികെട്ട ഒരു സ്ത്രീ, അങ്ങനെയല്ലേ യാമിമോളുടെ മനസ്സിൽ ഞാനിപ്പോ? എടോ, ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചു. ഇനി അതിന്റെ വേദനകളെ കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, അതെങ്ങനെ പരിഹരിക്കാന്നാ. സ്നേഹയോടുള്ള യാമിമോളുടെ കൂട്ട് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. അത് അവസാനിപ്പിക്കണം. ഞാൻ യാമിയോടൊന്ന് സംസാരിക്കട്ടെ. അനാമികയോട് അവള് മുമ്പത്തെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ തന്നോട് ഇത് അങ്ങോട്ട് ആവശ്യപ്പെടുമായിരുന്നു. ഇതിപ്പോ സ്ഥിതി അതല്ലല്ലോ. യാമിമോൾ എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. എനിക്ക് ഒരു പ്രതീക്ഷയില്ല. അമ്മയുടെ ഭാഗം സംസാരിക്കാൻ അമ്മ കെട്ടിയിറക്കിയവളാ. അങ്ങനെ അവള് കാണൂ. അതാണല്ലോ, ഞാൻ തന്നെ ന്യായീകരിച്ച് സംസാരിക്കാൻ തന്നെയാ പോകുന്നത്. ബിക്കോസ് എനിക്ക് മൈഥിലിയെ നന്നായി അറിയാം. താൻ സൂക്ഷിക്കുന്ന ബന്ധങ്ങളുടെ പവിത്രത അറിയാം. സ്വന്തം കുഞ്ഞുങ്ങൾ അതറിയാതിരിക്കരുത്. ഞാനൊന്ന് സംസാരിക്കട്ടെ. അനാമിക, അവള് വയലന്റ് ആവുകയോ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കുകയോ ചെയ്ത അവിടെ വെച്ച് നിർത്തണേ അനാമിക. അവളെ കൂടുതൽ ടെൻഷൻ ആക്കാൻ കൊള്ളില്ല. പിന്നെ എപ്പോഴും അസുഖങ്ങളായിരിക്കും. എന്നും അവൾക്ക് ഞാൻ കാവലിരിക്കേണ്ടി വരും. അവളുടെ അസുഖത്തിന് കാരണക്കാരി ആവരുതല്ലോ. ഇത് തന്നെയാണോ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ശ്വാസത്തിൽ പോലും അമ്മ മക്കൾക്ക് വേണ്ടി കരുതൽ കാണിക്കും. പക്ഷേ ആ അമ്മയുടെ ശ്വാസം എടുക്കാൻ പോലും മക്കളെ മടിക്കില്ല. ചുറ്റും അതൊക്കെ തന്നെയല്ലേ നമ്മൾ കാണുന്നത്. താൻ ഇവിടെ ഇരിക്കെ, ഞാനിപ്പോ വരാം.